രാമപുരം കൊറോനാപ്പള്ളിയുടെ ഒരു ബഹുമാനപ്പെട്ട വികാരി മൃഗമാൻസ് എന്നും പ്രവച്ച പാലാരൂപതയുടെ പ്രോട്ടോസിഞ്ചല്ലൂസ് മോൺസിഞ്ഞോർ ജോസഫ് കടത്തിൽ, മോൺസിഞ്ഞോർ സെബാസ്റ്റ്യൻ ബേത്താനറ്റ്, മോൺസിഞ്ഞോർ ജോസഫ് കണിയോടിക്കൽ, ഈ വേദിയിൽ പ്രത്യേകമായിട്ട് സംസാരിക്കുന്ന പ്രിയപ്പെട്ട ബിനോയ്, ബഹുമാനപ്പെട്ട ഷെർലി ചെറിയാൻ, ബഹുമാനപ്പെട്ട ഷീബ ബിനോയ്, ബഹുമാനപ്പെട്ട ഷജി, ഏറ്റവും ആദരണീയരായ കൊറോണ വികാരിയച്ഛന്മാരെ, മറ്റ് വൈദികരെ, മാതാപിതാക്കളെ, സമർപ്പിതരെ, ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, പ്രൗഢഗംഭീരമായ ഒരു സദസ്സാണിത്. ഇവിടെ വിപുലമായ ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. പെട്ടെന്ന് നമുക്ക് വിസ്മയകരമായിട്ട് തോന്നും. നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെയും നിതാന്തമായ പഠനത്തിൻ്റെയും ഫലമായിട്ടാണ് ഇതുപോലെ ഈ പരിശുദ്ധമായ സ്ഥലത്ത് നമുക്ക് ഒന്നിക്കാനായിട്ട് സാധിച്ചത്. നമ്മളുടെ സമുദായവുമായിട്ട് ബന്ധപ്പെട്ട 2-3 ചെറിയ പ്രഭാഷണങ്ങൾ ഇവിടെ നമ്മൾ കേൾക്കുന്നത് തന്നെയാണ് ഇതിൻ്റെ ശാക്തീകരണം. ബഹുമാനപ്പെട്ട വെള്ളമരുന്നുകളച്ഛന് മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള വിഷയങ്ങൾ അവതരിപ്പിക്കും. നമ്മളെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന DCMHൻ്റെ പ്രത്യേകമായ ആവശ്യങ്ങളും താല്പര്യങ്ങളും പരിഗണിച്ച് ബിനോയ് ചേട്ടനും സംസാരിക്കും. അതുപോലെ മാതൃവേദി കുടുംബവും എല്ലാമായിട്ട് ബന്ധപ്പെട്ടതും. നമ്മളിവിടെ വളരെ ശാക്തീകരിക്കപ്പെട്ട ഒരു സ്ഥലത്താണ് ആയിരിക്കുന്നത്. സഭയും സമുദായവും ഒരുപക്ഷെ ഇതുപോലെ ബലിഷ്ഠമായ ഒരു കേന്ദ്രം നമുക്ക് വേറെ അധികം കാണുകയില്ല. 2000 നസ്രാണി കുടുംബങ്ങളുള്ള സ്ഥലമാണ് ഈ കൊറോന. ആ കൂട്ടത്തിലാണ് ഇലഞ്ഞി കുത്താട്ടുകുളം കൊറോനയിലെ അച്ഛന്മാരും കുടുംബാംഗങ്ങളും എല്ലാം ഒന്നിക്കുന്നത്. അഗസ്തീനോസിൻ്റെ വിശ്വാസത്തിൻ്റെ ആഴം ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു സ്ഥലമാണിത്. പറയമാക്കൽ ഗവർണറോരുടെ ഭരണ കേന്ദ്രമാണിത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയുടെ 226 വർഷങ്ങൾ കഴിഞ്ഞ് 27ലേക്ക് നമ്മൾ കയറുകയാണ്. വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ഛൻ നമുക്കെല്ലാവർക്കും അനുഗ്രഹമാണ്. ഇവിടെ വിയാരിച്ചൻ പറഞ്ഞതുപോലെ ബ്രൂണോ അച്ഛൻ, ചിറ്റടിയിൽ ചാണ്ടിച്ചൻ, അതുപോലെ ഈ സമുദായത്തിനു വേണ്ടി വളരെയേറെ അധ്വാനിച്ച, എഴുതി പഠിച്ച ഒരാളാണ് ഈ ഇടവക്കാരനായ പുനമാക്കൽ തൊമ്മക്കത്തനാര്. അദ്ദേഹത്തെ ഗ്രേറ്റ് ടീച്ചർ ഓഫ് ഹെൻഡോ എന്ന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിക്കപ്പെട്ടതിൻ്റെ പിന്നിലുള്ള കാര്യവും സഭയെയും സമുദായത്തെയും ബലപ്പെടുത്തുന്ന നിരവധി ഘടകങ്ങൾ അദ്ദേഹം കണ്ടെത്തുകയും എഴുതുകയും പഠിപ്പിക്കുകയും എല്ലാം ചെയ്തതാണ്. നമ്മുടെ വലിയ പിതാവിൻ്റെ, പള്ളിക്കാപ്പറമ്പിൽ പിതാവിൻ്റെ മാതൃഭവനം ഇവിടെയാണ്. കോയിപ്പള്ളി വലിയൊരു തറവാടാണ്. ആ തറവാട്ടിലെ തന്നെ ഒരച്ഛൻ വലിയൊരു സയൻറ്റിസ്റ്റാണ്. ആ മേഖലയിലെല്ലാം അദ്ദേഹം നിർണായകമായ ചിന്തകൾ കൊടുത്തിരുന്നു. നമ്മുടെ പ്രിയങ്കരനായ MM ജേക്കബ് സാറ്, സാഹിത്യരംഗത്തെ രാമപുരത്ത് വാര്യർ, ലളിതാംബിക അന്തർജനം, സഭാതാരം ജോൺ കച്ചിരമറ്റം സാറ്, നിരവധി സമർപ്പിത സഹോദരിമാർ, ഒരുപക്ഷെ ഈ ഇടവകയെ, ഈ ദേശത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് ഇവിടുത്തെ സമർപ്പിതരാണ്. അവരുടെ ആത്മീയത,
അവർ നടത്തുന്ന സ്കൂളുകൾ, കെയർ ഹോംസ് തുടങ്ങിയവയെല്ലാം നമുക്കൊരിക്കലും മറക്കാൻ പറ്റുകയില്ല. മാർ കരിയാറ്റിയുടെ ജൂബിലി ഇവിടെ ആഘോഷിച്ചപ്പോൾ അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ഗ്യാനി സെയിൽ സിംഗ് ഇവിടെ മണിക്കൂറുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്തത്. രാമപുരത്ത് വച്ചാണ് കുഞ്ഞച്ചനെ വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിച്ചത്. അതും സാധാരണഗതിയിൽ പരിശുദ്ധ സിംഹാസനം അനുവദിക്കുന്ന കാര്യമല്ലായിരുന്നു, പ്രാദേശിക സഭകളിലേക്കത് വിട്ടുകൊടുക്കുക എന്നത്. ഇവിടെ വെച്ച് നമ്മൾ പലാരൂപതയുടെ വൈദിക സമ്മേളനം നടത്തിയിട്ടുണ്ട്. രാമപുരത്ത് വെച്ച് മിഷൻ മീറ്റ് നമ്മൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെ രൂപതയും സഭയുമായിട്ട് ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങളാൽ ശക്തീകരിക്കപ്പെട്ട ഒരു വലിയ കേന്ദ്രമാണ് രാമപുരം. കരിയാറ്റി മെത്രാപ്പൊലീത്തയ്ക്ക് പോർച്ചുഗൽ രാജ്ഞി നൽകിയ രത്നം പതിച്ച കുരിശും മാലയും മോതിരവും എല്ലാം സൂക്ഷിച്ചിരിക്കുന്നതും നമ്മുടെ ഈ സ്ഥലത്താണ്. കരിയാറ്റിയും പറയമാക്കലും യോസേപ്പ് കത്തനാരും തൊമ്മ കത്തനാരും അവരൊന്നിച്ച് നടത്തിയ ആ യാത്ര ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. പിന്നീട് ഒരുപക്ഷെ ഒരിക്കലും അത്ര സ്നേഹപൂർവം നമുക്ക് ഒന്നിച്ച് നടക്കാൻ സാധിച്ചിട്ടില്ല. എറണാകുളം മിഷത്തിലെ അന്നത്തെ ആളായിരുന്ന യോസേപ്പ് കരിയാറ്റിയും നമ്മളുടെ സ്വന്തക്കാരനായ പറയമാക്കൽ കത്തനാരും ഒന്നിച്ച് നടത്തിയ ആ യാത്രയാണ് അക്ഷരാർത്ഥത്തിൽ ഒരു സിനഡൽ ജേർണിയായിട്ട് നമ്മുടെ സഭയ്ക്ക് എന്നും അഭിമാനപൂർവ്വം പറയാൻ സാധിക്കുന്നത്. നമ്മളിവിടെ ഈ ആഘോഷങ്ങളെല്ലാം നടത്തിയപ്പോൾ സമ്പൂർണമായ പിന്തുണ വിശ്വാസികളുടെയും ഇതര മതവിശ്വാസികളുടെയും ഇവിടെ ലഭിച്ചത് ഈ അടുത്ത പതിറ്റാണ്ടുകളിൽ നടന്ന കാര്യങ്ങളിലെല്ലാം എനിക്കും കൂടുതൽ അടുത്ത് അറിയാവുന്ന കാര്യമാണ്. കൂത്താട്ടോളം 7 സുറിയാനി സഭകളുടെയും അംശങ്ങളുള്ള കേന്ദ്രമാണ്. എക്യുമെനിസത്തിൻ്റെ വലിയ സാധ്യത ഉള്ള സ്ഥലമാണ്. ഇലഞ്ഞി വിയാരിച്ചൻ നമ്മുടെ സ്റ്റേജിലുണ്ട്. ഇലഞ്ഞി വലിയ കേന്ദ്രമാണ്, സാഹിത്യകാരന്മാരുടെ കേന്ദ്രമാണ്. മേരി ജോൺ തോട്ടം ബെനിഞ്ഞാമ്മയുടെ സ്ഥലമാണ്. ഇതര മതസ്ഥരും ക്രൈസ്തവികതയുടെ പ്രാധാന്യത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ള സ്ഥലമാണ്. അഗസ്തീനോസിൻ്റെ ആത്മീയതയുടെ തറവാട്ടിൽ നമ്മൾ ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വാക്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇറ്റ് ഈസ് ഇൻ ലവിങ് നോട്ട് ഇൻ സ്പീക്കിംഗ് ദാറ്റ് വി മസ്റ്റ് ഷോ അവർ ഫെയ്ത്ത്. പരസ്പരം സ്നേഹിച്ചുകൊണ്ടാണ്, പ്രസംഗിച്ചുകൊണ്ടല്ല നമ്മളുടെ വിശ്വാസത്തിൻ്റെ ആഴങ്ങൾ നമ്മൾ തിട്ടപ്പെടുത്തേണ്ടത് എന്ന്. ഈ രാമപുരത്ത് മറച്ചു വയ്ക്കാൻ പറ്റാത്ത നിരവധിയായ എക്ലീസിയാസ്റ്റിക്കൽ സംഭവങ്ങൾ നടന്ന സ്ഥലമാണ്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മളുടെ സഭ വളരെയേറെ ശ്രദ്ധിക്കുന്ന ഒരു കേന്ദ്രമാണ് ഈ രാമപുരം. അതിൻ്റെ പ്രത്യേകതകളുടെ ചില വഴികളാണ് ബഹുമാനപ്പെട്ട കൊറോണ വിയാരിച്ചനും ആമുഖവാക്കുകളിൽ ഞാനും പറഞ്ഞത്. നമ്മുടെ സമുദായ ശക്തീകരണത്തിൻ്റെ വക്കിൽ നിൽക്കുമ്പോൾ അഗസ്തീനോസ് പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഒരുമിച്ച് സംസാരിക്കുകയും ചിരിക്കുകയും ചെയ്യുക, പരസ്പരം ദയ കാണിക്കുക, ഒരുമിച്ച് തിരുനാളുകൾ ആഘോഷിക്കുക, പരസ്പരം കളിയാക്കുക, പരസ്പരം ബഹുമാനിക്കുക, ചിലപ്പോഴെങ്കിലും തർക്കിക്കുക, ബന്ധങ്ങളുടെ ചക്രവാളങ്ങൾ വിശാലമാക്കുക, പരസ്പരം സഹായിക്കുക, വരുന്നവരെ സ്വാഗതം ചെയ്യുക, പാവപ്പെട്ടവരെ കാണാതിരിക്കരുത്. ഹൃദയത്തിൽ നിന്ന് വരുന്ന സ്നേഹം നിറയുമ്പോൾ എല്ലാവരും എംപവേർഡാകും, ശക്തീകരിക്കപ്പെടും. അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളിൽ നമ്മൾ കൂടുന്ന സമുദായ ശക്തീകരണത്തിൻ്റെ അടിസ്ഥാനപരമായ ഫിലോസഫിയും
തിയോളജിയും പ്രായോഗിക മാനങ്ങളും എല്ലാം ഉണ്ട് എന്ന് നമുക്കറിയാം. കുഞ്ഞച്ചൻ്റെ ജീവിതം നമുക്കെല്ലാവർക്കും ഒരു വെല്ലുവിളിയാണ്, മാതൃക ആകേണ്ടതാണ്. പലപ്പോഴും നമുക്കതിന് എളുപ്പത്തിൽ സാധിച്ചിട്ടില്ലായിരിക്കാം. The disciples cannot overcome the deaf and the dumb spirit because they themselves are deaf and dumb. അതാണല്ലോ ഈശോ പറഞ്ഞ ഉത്തരത്തിൻ്റെ ഒരു മറുവശം. അവർക്കത് സാധിക്കാതെ വന്നത് അവരും ഈ പറഞ്ഞ കാറ്റഗറിയിലായിരുന്നു ഒരർത്ഥത്തിൽ. ഈശോ പറഞ്ഞു, പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് സാധിക്കും. നമ്മുടെ പ്രാർത്ഥനകളാണ് നമ്മുടെ സഭയാക്കുന്നതും സമുദായമാക്കുന്നതും എന്ന് നമ്മൾ തിരിച്ചറിയണം. ചിലപ്പോഴെങ്കിലും നമ്മുടെ സമുദായം ബലഹീനമാക്കപ്പെട്ടു പോകുന്നുണ്ട്. ഈശോ പറഞ്ഞല്ലോ, വിശ്വാസമില്ലാത്തതും വഴിപിഴച്ചതുമായ തലമുറ. വിശ്വാസമില്ലെങ്കിൽ വഴിപിഴച്ചു. നമ്മൾ ഓടുന്നുണ്ടെങ്കിലും ട്രാക്ക് മാറിയാണ് ഓടുന്നത്. അഗസ്തീനോസിൻ്റെ വാക്കുകൾ തന്നെയാണത്. കൂരത് ബേനെ, എല്ലാവരും ഓടുന്നുണ്ട്. സെഡ് എക്സ്ട്രാ ബിയ, എന്നാൽ ട്രാക്ക് തെറ്റിയാണ്, വഴിമാറിയാണ് ഓടുന്നത്. വിശ്വാസമില്ലാത്തവരും വഴി പിഴച്ചവരുമാകാതിരിക്കാൻ നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. കുഞ്ഞച്ചൻ ഒരു വലിയ സിദ്ധൌഷധമാണ്, നമുക്കുള്ള മരുന്നാണ്. കുഞ്ഞച്ചൻ അൾത്താരവണക്കത്തിന് പുണ്യവാനായി എടുക്കപ്പെടുമ്പോൾ ഭാരതത്തിലെ എല്ലാ മേഖലകളെയും അത് സ്വാധീനിക്കും. വിശേഷവിധിയായിട്ട് SSC, ST, DCMS കാറ്റഗറിയിൽപ്പെട്ട എല്ലാവരെയും. അത് ഈ സഭയിൽ വിപ്ലവകരമായ ചലനങ്ങൾ ഉണ്ടാക്കും എന്നത് തീർച്ചയാണ്. മുദ്രാവാക്യം വിളിക്കാത്ത വിപ്ലവകാരിയായിരുന്നു കുഞ്ഞച്ചൻ. വെള്ളക്കൊടി സാധാരണ വിപ്ലവത്തിലേക്ക് നയിക്കാറില്ല. കുഞ്ഞച്ചൻ വെള്ളക്കൊടിയായിരുന്നു. ശാന്തമായ ജീവിതത്തിലൂടെ വലിയ ഒരു ജനവിഭാഗത്തെ ശക്തിപ്പെടുത്തി വിശ്വാസത്തിലും സംസ്കാരത്തിലും. പാലാരൂപതയുടെ 1/7 നമ്മളുടെ DCMS ദളിത് കത്തോലിക്കരാണ്, ക്രൈസ്തവരാണ്. നമ്മുടെ രൂപതയുടെ ഏറ്റവും വലിയ ഒരു മുഖവും ഒരു ബലവും അതുതന്നെയാണെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ഉറച്ച് വിശ്വസിക്കുകയാണ്. ഞാനിവിടെ ചെയ്ത ശുശ്രൂഷ അവരുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. രാമപുരത്തുകൂടെ പകൽ മുഴുവനും ചുറ്റി സഞ്ചരിച്ച് ഈശോയെ കൊടുത്ത് വിശ്വാസത്തിൽ എല്ലാവരെയും വളർത്തിയ വ്യക്തിയാണ് കുഞ്ഞച്ചൻ. ധന്യവും ഋഷിതുല്യവുമായ ജീവിതമായിരുന്നു അത്. പുരോഹിതന്മാരിൽ ഋഷിതുല്യനായിട്ടുള്ള ആള്, ഒരുപക്ഷെ മഹർഷി തന്നെ ആയിരുന്നായിരിക്കാം. ഏക ഋഷി, അതാണ് മഹർഷി. വൈദികരിൽ സുവിശേഷത്തെ ഇതുപോലെ ജീവിതത്തിൽ കൊണ്ടു നടന്ന വ്യക്തികൾ അധികം പേര് കാണുകയില്ല. ആത്മീയതയുടെയും ലാളിത്യത്തിൻ്റെയും വിത്തുകൾ വിതറി നമുക്ക് വലിയ സന്ദേശം അച്ഛൻ നൽകി. ആരെയും അച്ഛൻ കുറ്റം വിധിക്കാറില്ലായിരുന്നു, കുറ്റം പറയുന്നവരെ ഇഷ്ടവുമില്ലായിരുന്നു. ആൽബർട്ട് ഐൻസ്റ്റൈൻ പറഞ്ഞ ഒരു വാക്യം ഇതാണ്: സ്റ്റേ എവേ ഫ്രം നെഗറ്റീവ് പീപ്പിൾ. കുറ്റം പറയുന്നവരിൽ നിന്ന് മാറി നിൽക്കുക. ബിക്കോസ് ദേ ഹാവ് ഓൾവേസ് എ പ്രോബ്ലം ഫോർ എവരി സൊല്യൂഷൻ. എന്ത് പരിഹാരം നമ്മൾ കണ്ടാലും അതിന് കുറ്റം കണ്ട് പിടിക്കുന്നവരാണ് നെഗറ്റീവ് എനർജിയുള്ള ആളുകൾ. അവരിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ആൽബർട്ട് ഐൻസ്റ്റൈനെ പോലെയുള്ള ആളുകൾ പറയുമ്പോൾ അതിൻ്റെ വ്യാപ്തി എത്രമാത്രമാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ.
പണ്ഡിതനായ ഓറിജൻ പറഞ്ഞു, മലയുടെ താഴ്വരയിൽ നിൽക്കുന്നവർക്കല്ല ഈശോ രൂപാന്തരപ്പെട്ടത്, കൂട്ടത്തിൽ മല കയറിയവർക്കാണ്. നമ്മുടെ ജീവിതത്തിലും രൂപാന്തരീകരണം ഉണ്ടാകണമെങ്കിൽ സുവിശേഷത്തിൻ്റെ മല നമ്മൾ കയറേണ്ടതായിട്ടുണ്ട്. ഇന്ന് വിശേഷവിധിയായിട്ട് നമ്മൾ പറയമാക്കൽ ഗോവർണദോറെ ഓർമ്മിക്കുന്ന ദിവസമാണ്. ഈ സഭയ്ക്ക് ഏറ്റവും വലിയ അഭിമാനമാണ് പറയമാക്കൽ തറവാട്ടിലെ ഗോവർണദോറച്ചൻ. മലയാള ഭാഷയുടെ ഗദ്യ ശാഖയുടെ അടിസ്ഥാനപരമായ മഹിമ എടുത്തു കാണിച്ച ശ്രേഷ്ഠനായ ആചാര്യൻ. അദ്ദേഹത്തിന് തൊട്ടു മുമ്പ് സഹയാത്രികനായിരുന്ന വലിയ പാണ്ഡിത്യം, റോമിൽ പഠിക്കുന്ന കാലത്ത് തന്നെ മറ്റുള്ളവരാൽ പ്രകീർത്തിതനായ യൂസെഫ് കരിയാറ്റിയുടെ വേദതർക്കം ഡോഗ്മാറ്റിക് ഡിസ്കോഴ്സസ് എന്ന ഗ്രന്ഥമായിരുന്നു. പറയമാക്കൽ തോമാ കത്തനാര് വലിയ ഒരു സമുദായ സംസ്കാരത്തിൻ്റെ ശില്പിയായിരുന്നു. മീനച്ചിൽ ശങ്കരൻ കർത്താക്കിൻ്റെ പക്കൽ നിന്ന് സംസ്കൃതവും അയ്പ് കത്തനാരൻ്റെ കീഴിൽ നിന്ന് സുറിയാനിയും പാശ്ചാത്യ മിഷണറിമാരിൽ നിന്ന് ലത്തീനുമെല്ലാം പഠിച്ച് അതിസമർത്ഥനായ വ്യക്തിയായി. തിരുപ്പട്ടം സ്വീകരിച്ച് വൈദിക ശുശ്രൂഷ നടത്തി റോമാ യാത്ര നടത്തിയതിൻ്റെ ഡോക്യുമെന്റേഷനാണല്ലോ വർത്തമാന പുസ്തകം. അങ്കമാലിയിലും വടയാറും ഇവിടെ രാമപുരത്തും ഗവർണദോറായിട്ട് ഭരണം നടത്തി. ഒന്നാംകിട നിരൂപകനായിരുന്നു, ദാർശനികനായിരുന്നു. തീപാറുന്ന ഭാഷയിലാണ് അദ്ദേഹം എഴുതിയത് എല്ലാം തന്നെ. ഇത്ര സമുജ്വലമായ ഭാഷയിൽ രചിക്കപ്പെട്ടിട്ടുള്ള മറ്റൊരു ഗ്രന്ഥവും കാണുകയില്ല. ആ ഗ്രന്ഥത്തിൻ്റെ പ്രൗഢഗംഭീരമായ വർണ്ണനങ്ങൾ രസാകരവും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിൽ ഈ ലോകം മുഴുവനെയും മറ്റനേകം കോണ്ടിനെൻസിനെയും കൂടെ ചേർത്ത് വെച്ചുകൊണ്ടാണ്. ബ്രസീലും ആഫ്രിക്കയും എല്ലാം എന്താണെന്ന് അദ്ദേഹം ആ പുസ്തകത്തിൽ പറഞ്ഞു വെക്കുമ്പോൾ എന്തു വലിയ ഒരു ശക്തീകരണമാണ് സാഹിത്യത്തിലൂടെ അദ്ദേഹം നടത്തിയത്. അദ്ദേഹത്തിൻ്റെ സഹോദരപുത്രൻ പണ്ടിമൽപ്പാൻ എന്നറിയപ്പെട്ടിരുന്ന അച്ഛനും വളരെയേറെ നമ്മുടെ സഭയെയും സമുദായത്തെയും സ്നേഹിച്ച ആളാണ്. ബോധ്യങ്ങളിൽ നിന്ന് ഒരിക്കലും പിന്മാറാത്ത സഭാസ്നേഹിയും സമുദായ സ്നേഹിയുമായിരുന്നു പറയമാക്കൽ. പുലിക്ക് പിറന്നവര് പൂച്ചകളാകരുത് എന്ന് ഒരു പഴഞ്ചൊല്ലുണ്ട്. പറയമാക്കലിൻ്റെ ഔന്നത്യം, മഹാത്മ്യം എല്ലാം നമ്മൾ പഠിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാടുകളോട് ചേർന്ന് നിൽക്കാനായിട്ട് പരിശ്രമിക്കുമ്പോൾ നമ്മളിലും അടിസ്ഥാനപരമായ മാറ്റങ്ങൾ ഉണ്ടാകണം എന്നതാണല്ലോ ആ പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം. നമ്മൾ ജനിച്ചു വളർന്ന സമുദായത്തിൻ്റെ ക്രമം എന്താണെന്ന് ആ പുസ്തകത്തിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. മാർത്തോമാ ശ്ലീഹ ഞങ്ങളുടെ നാട്ടിൽ സുവിശേഷം പ്രസംഗിച്ച നാൾ മുതൽ ഇന്നുവരെ മുടക്കം കൂടാതെ സുറിയാനിയിലാണ് ഞങ്ങളുടെ പള്ളികളിൽ ആരാധനക്രമം അനുഷ്ഠിച്ചു വന്നിരുന്നത്. ഇത് കണ്ട് ഈർഷ്യാകുലരായ നിന്റെ കാരണവന്മാർ ഞങ്ങളുടെ പള്ളികളുടെ പുരാതന ക്രമം മാറ്റുവാൻ ആവുന്നതെല്ലാം ചെയ്തു. ഫലം ഇല്ലെന്ന് കണ്ടപ്പോൾ മടുത്ത് പിന്മാറുകയാണ് ചെയ്തത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ്.
ആരാധനക്രമത്തിൻ്റെയും അതിനെ സംരക്ഷിച്ച സുറിയാനി ഭാഷയുടെയും മഹത്വമാണ് അദ്ദേഹം ഈ 2 വാക്യങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു തന്നത്. പിന്നീട് കുനൻ ഗ്രോസ് സത്യമെല്ലാം വന്നപ്പോൾ നമുക്കറിയാം, ഒരു വിഭാഗം ആളുകൾ അവരുടെ പിടി മുറുക്കിയപ്പോൾ, അവരുടെ ഭരണവും അവരുടെ ആശയങ്ങളും മുറുക്കിയപ്പോൾ പിടി വിട്ടുപോകാതെ മുറുക്കി കെട്ടിയവരാണ് കുരിശിൽ സ്ലിവായിൽ വടം കെട്ടി വലിച്ചവർ. നമ്മൾ ആ സത്യം വിട്ടുകളയരുത്. അത് വിട്ടുകളയുമ്പോഴാണ് നമുക്ക് നമ്മുടെ സഭയെക്കുറിച്ചും നമ്മുടെ സമുദായത്തെക്കുറിച്ചും വേണ്ടത്ര ബോധ്യം ഇല്ലാതെ പോകുന്നത്. ഇന്നിവിടെ ഈ ഒരു വലിയ തിരുമുറ്റത്ത് ഈ സമ്മേളനം നമ്മൾ നടത്തുമ്പോൾ ഈ ഇടവകയും അതിനോട് ബന്ധപ്പെട്ട ഇടവകളും എല്ലാം നൽകിയ വലിയ സംഭാവനകളെക്കുറിച്ചുള്ള ചുരുങ്ങിയ ഏതാനും ചിന്തകളായിരുന്നു നിങ്ങളോട് ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ടാണ് നമുക്ക് സമുദായ ശക്തീകരണം ആവശ്യമായിട്ട് വരുന്നത്? നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ? പുലിക്കുട്ടികളാകേണ്ട നമ്മൾ പൂച്ചക്കുഞ്ഞുങ്ങളായിട്ട് പരിധി മാറി നിൽക്കുകയാണോ സഭയുടെ ആവശ്യം വരുമ്പോൾ എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ്. പരിശോധനകൾ നടത്തുമ്പോൾ മാത്രമേ സമുദായം നിലനിൽക്കുകയുള്ളൂ. പൊതുവായത് എന്താണെന്ന് പഠിക്കാൻ വ്യക്തിപരമായത് എന്താണെന്ന് കൂടെ നമ്മൾ പഠിക്കണം. സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നിൽക്കുമ്പോഴാണ് സമുദായത്തിൻ്റെ അംബാസഡർമാരായിട്ട് നമുക്ക് പെരുമാറാനും സാധിക്കുന്നത്. ഒരു സമുദായം എന്നത് നൂറ്റാണ്ടുകളായി ബന്ധങ്ങളും താല്പര്യങ്ങളും മൂല്യങ്ങളും പങ്കിടുന്ന, അവയിൽ ഐക്യപ്പെടുന്ന, തമ്മിൽ വേർപിരിയാത്ത അടുപ്പമുള്ള ഒരു വിഭാഗമാണ്. നമ്മെ ചേർത്ത് നിർത്തുന്ന പ്രധാന ഘടകം മിശിഹായുടെ മാർഗം തോമാശ്ലീഹ വഴി അറിഞ്ഞതും പരമ്പരാഗതമായി കൈമാറുന്നതുമായ ആ ഒരു വലിയ സത്യമാണ്. അതിൽ നമ്മൾ ഉറച്ചു നിൽക്കുമ്പോഴാണ് നമുക്ക് ബലമുള്ളത്. പലപ്പോഴും നമ്മൾ തെന്നിമാറി പോകാറുണ്ട്. വേദശാസ്ത്രത്തിലൊരു പഴഞ്ചൊല്ലുണ്ട്, ആഫ്റ്റർ ദ ഡൗ ദ ഡെവിൾ. ഈശോയുടെ മാമോദീസായിൽ പ്രാവ് ഇറങ്ങി വന്നു, ഈശോയെ ഈശായു പരീക്ഷിച്ചു. ആഫ്റ്റർ ദ ഡൗ ദ ഡെവിൾ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലുള്ള കാര്യങ്ങൾ സംഭവിച്ചേക്കാം. അപ്പോഴെല്ലാം നമ്മളിൽ പറന്നിറങ്ങിയ ആ പ്രകാശം മഞ്ഞു പോകാതെ നമ്മൾ നോക്കണം. വ്യക്തികൾ, കുടുംബങ്ങൾ, സമുദായങ്ങൾ എല്ലാം സമുദായ ബോധത്തിൽ വളരണം. അത് വളർത്താൻ കുടുംബചരിത്രങ്ങൾ സഹായിക്കും. കൂടുതൽ കാലം ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചവർ അവരുടെ ഓർമ്മ സൂക്ഷിച്ചു വയ്ക്കുകയും ഈ തലമുറയിലുള്ളവർ അത് കുറിച്ചെടുക്കുകയും ചെയ്യണം. ധാരാളം കുടുംബചരിത്രങ്ങൾ ഇപ്പോൾ എഴുതപ്പെടുന്നുണ്ട്. കുടുംബചരിത്രം എഴുതിയവരുടെ ഒരു സമ്മേളനം നമ്മൾ രൂപതാ കേന്ദ്രത്തിൽ വെച്ച് കൂടാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിരവധിയായ കുടുംബങ്ങൾ ചരിത്രം എഴുതി, വലിയൊരു സംഭാവനയാണ്. അതിലൂടെ അവർ ഈ രൂപതയാണ് ബലിഷ്ഠമാക്കുന്നത്. ശക്തീകരിക്കപ്പെടുന്നത് രൂപതയാണ്. രൂപതയാകുന്ന കുടുംബ വൃക്ഷത്തെ തിരിച്ചറിയാനത് കൂടുതൽ സഹായിക്കും. സഭയുടെ സാമൂഹിക രാഷ്ട്രീയ സംവേദന മുഖമാണ് സമുദായം. നമുക്കിതിൽ നിന്നൊന്നും മാറി നിൽക്കാൻ സാധ്യമല്ല. നമ്മളെല്ലാ ഞായറാഴ്ചകളും പള്ളിയിൽ പോകുന്നവരാണ്. ആൾക്കൂട്ടം കണ്ട് പലപ്പോഴും നമ്മൾ പിരിഞ്ഞു പോരുകയാണ്. നമുക്ക് കൂടുതലായ സമ്പർക്ക സാധ്യതകൾ അവിടെ കുറഞ്ഞു വരികയാണ്. പള്ളിയിൽ പോകുന്നു, പരിചയക്കാരെയൊക്കെ കാണാൻ സാധിക്കുന്നു. വലിയ കേന്ദ്രങ്ങളിൽ ഒരിക്കലും ഭരണങ്ങാനത്ത് നിന്നൊരു അമ്മച്ചി എന്നോട് പറഞ്ഞു, രാവേ ഞാൻ പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നത് എൻ്റെ അടുത്തുള്ള കൂട്ടുകാരെല്ലാം അമ്മച്ചിമാർ ഞങ്ങൾ ഒന്നിച്ചാണ് നിന്നുകൊണ്ടിരുന്നത്. അൽഫോൻസാമ്മ വന്നതിന് ശേഷം എനിക്ക് പരിചയമുള്ള ആരുമല്ല അടുത്തുള്ളത്.
വളരെ അകലങ്ങളിൽ നിന്ന് വരുന്ന ഒരുപാട് അമ്മച്ചിമാർ ഈ കുർബാനയ്ക്ക് താഴത്തെ വലിയ പള്ളിയിലും ധാരാളം പേര് വരുന്നതിനെക്കുറിച്ചാണ് അമ്മ പറഞ്ഞത്. അപ്പോൾ പരിചയങ്ങൾ കുറയുന്നു എന്നുള്ളൊരു വിഷമമാണ് അമ്മച്ചി എൻ്റെ പക്കൽ പറഞ്ഞത്. നമ്മുടെ ബന്ധങ്ങൾ അതായിരുന്നു. പള്ളിയിൽ പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും പറയുന്ന വർത്തമാനങ്ങൾ, നമ്മുടെ കണ്ടുമുട്ടലുകളെല്ലാം നമ്മെ നന്നായിട്ട് ബലപ്പെടുത്തുന്ന കാര്യങ്ങളായിരുന്നു. സമുദായം ഒരേ പ്രദേശത്ത് താമസിക്കുന്ന, ഒരേ താല്പര്യമുള്ള, സ്വന്തമെന്ന ബോധമുള്ള ആളുകളുടെ കൂട്ടായ്മയാണ്. നമ്മൾ വിശാല സമൂഹത്തിലാണ് ജീവിക്കുന്നത്. നമ്മൾ സഭയിലാണ് ഈ സമൂഹമായിട്ട് നിൽക്കുന്നത്. സഭയും സമുദായവും വിശാല സമൂഹത്തിലാണ്. ഇതര മതങ്ങളുടെയും അല്ലെങ്കിൽ മതങ്ങളൊന്നും ഇല്ലാത്തവരുടെയും കൂട്ടത്തിലാണ്, സിവിൽ സൊസൈറ്റിയിലാണ്. ഒരു വിശാല പൊതുസമൂഹത്തിൻ്റെ ഉപസമൂഹങ്ങളായിട്ടാണ് പലപ്പോഴും നമുക്ക് ജീവിക്കാനും പെരുമാറാനുമൊക്കെ സാധിക്കുന്നത്. 20-ാം നൂറ്റാണ്ടിന് മുമ്പ് വരെ സമുദായം എന്ന പദം വ്യാപകമായി ഉപയോഗിച്ചിരുന്നില്ല. ഇന്ന് ഈ ദിവസങ്ങളിൽ ഈ പള്ളിമുറ്റത്തും ഈ സമുദായ ശക്തീകരണം എന്ന പദം ഒരു പുത്തൻ ഉണർവിൻ്റെ തലവാക്യമായിട്ട്, ഹൃദയവാക്യമായിട്ട് മാറുകയാണ്. ജാതിയിൽ നിന്ന് സമുദായത്തിലേക്ക് നമ്മൾ വളർന്നു. നിധിരിക്കൽ മാണിച്ചനൊക്കെ ജാതിക്ക് കർത്തവ്യന്മാര് എന്നെഴുതി ജാത്യ ഐക്യ സംഘം അല്ലെങ്കിൽ സഖ്യം എന്ന സംഘടന രൂപീകരിച്ചു. ജാതിയായിരുന്നു അന്ന് പ്രധാനപ്പെട്ട തിരിച്ചറിയൽ വാക്കുകൾ. ഇന്ന് അതിൽ നിന്ന് കൂടുതൽ പങ്കാളിത്തവും കൂടുതൽ വളർച്ചയും വന്നപ്പോൾ സമുദായം എന്ന ചിന്തയിലേക്ക് മാറി. എല്ലാ ജീവജാലങ്ങളും കാലങ്ങൾ കൊണ്ട് രൂപപ്പെടുന്നുണ്ട്. മനുഷ്യർ കാലാവസ്ഥയും പരിസ്ഥിതി സംവിധാനങ്ങളും എല്ലാം ചേർന്ന് ജീവിക്കുന്നവരാണ്. അതിന് പുറമെ വിശ്വാസം, ഭാഷ, ആചാരങ്ങൾ എന്നിവയിലൂടെയാണ് നമ്മൾ കൂടുതൽ അടുക്കുന്നതും ഒരു സമുദായമായിട്ട്, ഒരു വീടായിട്ട് മാറുന്നതും എല്ലാം. അങ്ങനെ ആ ഒരു ബോധ്യം, ആ ഒരു ബോധമാണ് സമുദായ ബോധം. നമ്മളുടെ പരിശുദ്ധ സഭയിലെ ശക്തീകരിക്കപ്പെട്ട ഒരു വിഭാഗമാണ്. നമ്മൾ പൊതുലോകത്തിൻ്റെ മുഖമാണ്. നമ്മളുടെ വിശിഷ്ടമായ ആചാരങ്ങൾ ഒന്നും നഷ്ടപ്പെടുത്തി കളയരുത് എന്നുള്ള ആ ഒരു വലിയ യാത്രയുടെ ഭാഗമായിട്ട് തിരിച്ചറിയുന്നൊരു കാര്യമാണ്. സമുദായം യാഥാസ്ഥിതിക മൂല്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നതാണ്, കൺസർവേറ്റീവാണ്. വിശിഷ്ടമായ മൂല്യങ്ങൾ കൺസർവ് ചെയ്യാൻ വേണ്ടിയാണ്, സൂക്ഷിച്ചു വയ്ക്കാൻ വേണ്ടിയാണ്, നഷ്ടപ്പെടുത്തി കളയാതിരിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് സുവിശേഷ മൂല്യങ്ങൾ സന്നിവേശിപ്പിച്ച ചെറു സമൂഹങ്ങളുടെ കെട്ടുറപ്പാണ് സമുദായ ശക്തീകരണം വഴി നമ്മൾ എപ്പോഴും അർത്ഥമാക്കുന്നത്. നമ്മളുടെ പരിശുദ്ധ കുർബാനയാണ് നമ്മളെ ഒന്നിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് എല്ലാ വിശ്വാസികളുടെയും മനസ്സിൽ തരക്കേടില്ലാത്ത വിധത്തിൽ നമ്മുടെ രൂപതയിൽ ഉണ്ട് എന്നെനിക്കറിയാം. നമ്മളുടെ സമുദായ ശക്തീകരണത്തിൻ്റെ അടിസ്ഥാനപരമായ ദർശനങ്ങൾ ഇനി സംസാരിക്കാനിരിക്കുന്നവർ കൂടുതൽ സംസാരിക്കും. നമുക്ക് നിരവധിയായ മേഖലകളിൽ ശക്തീകരിക്കപ്പെടേണ്ടതുണ്ട്. മനുഷ്യ മഹത്വത്തെക്കുറിച്ച്, അതുപോലെ സാമൂഹിക ബന്ധങ്ങളെക്കുറിച്ച്, സാമ്പത്തിക മേഖലയെക്കുറിച്ച്, സാംസ്കാരികമായിട്ടുള്ള മൂല്യങ്ങളെക്കുറിച്ച്, സമുദായത്തെ അതിൻ്റെ അസ്തിത്വപരമായ കാര്യത്തിൽ ചേർത്തു നിർത്തുന്ന ഘടകങ്ങളെക്കുറിച്ച്, കുടുംബ ശുശ്രൂഷകളെക്കുറിച്ച്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെക്കുറിച്ചെല്ലാം നമ്മൾ പള്ളിക്കൂടങ്ങളും കോളേജുകളും പണിതപ്പോൾ അത്രയും വലുപ്പത്തിൽ ഹോസ്റ്റൽസ് പണിതത് ഈ സമുദായ ശക്തീകരണത്തിന് വേണ്ടിയാണ് പ്രത്യേകമായിട്ടും. എന്ത് വലിയ ഹോസ്റ്റലാണ് നമ്മളുടെ സെൻറ് തോമസ് കോളേജിൻ്റെ, എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ, ഇവിടുത്തെ നമ്മളുടെ വലിയ കോളേജിൻ്റെ ഹോസ്റ്റലുകൾ വലിയ ശക്തി കേന്ദ്രമാണ്. അവിടെ വിശ്വാസവും സമുദായവും ഒരുപോലെ വളരണം. അതിനുവേണ്ടിയാണ് നമ്മുടെ പിതാക്കന്മാർ എല്ലായിടങ്ങളിലും ഹോസ്റ്റൽസ് നിർമ്മിച്ചു കൊണ്ടിരുന്നത്. ഒന്നിച്ചുകൂടാനും കൂടുതൽ നമ്മെ തന്നെ മനസ്സിലാക്കാനുമുള്ള വലിയൊരു
സംവിധാനമാണത് ഹോസ്റ്റൽസ്. അതുകൊണ്ട് നിങ്ങളുടെ കുട്ടികളെ നമ്മുടെ കോളേജുകളിലേക്ക് പറഞ്ഞു വിടുമ്പോൾ ഈ കാര്യങ്ങൾ കൂടെ ഹോസ്റ്റൽസിൽ താമസിച്ച് നമ്മളുടെ ക്രിസ്തീയ മൂല്യങ്ങളിലും അതുപോലെ സമുദായ ചിന്തയിലും കൂടുതൽ ബലപ്പെടാനായിട്ട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഇന്ന് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിൽ വലിയ സവിശേഷമായ മാറ്റങ്ങൾ വരുന്നുണ്ട്. നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിൽ ഐഡിയ ലാബും ഇൻക്യുബേറ്റർ സെൻ്ററുമായി കഴിഞ്ഞു. ആശയങ്ങൾ കിട്ടിയാൽ അത് വളരെ വേഗത്തിൽ വസ്തുക്കളായിട്ടോ ഉപകരണങ്ങളായിട്ടോ മുന്നേറ്റങ്ങളായിട്ടോ നമുക്ക് കിട്ടുകയാണ്. അത് അത്തരത്തിൽ നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജ് ഈ വർഷം കൈവരിച്ച ആ ഒരു മുന്നേറ്റം വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമാണ്. അവിടെ സംരംഭകത്വം വളർത്തുക എന്ന ലക്ഷ്യം, അതായത് തൊഴിൽ അന്വേഷിച്ച് പോകുന്നവർ മാത്രമാകാതെ തൊഴിൽ ദാതാക്കളായിട്ട് മാറ്റിയെടുക്കുകയാണ് കുട്ടികളെ. പഠിക്കുന്ന കൂട്ടത്തിൽ തൊഴിൽ കൂടി അവരെ പഠിപ്പിച്ച് പണം സമ്പാദിക്കാനും അവർക്ക് സ്വന്തം നാട്ടിൽ ജീവിക്കുവാനുമുള്ള ആ ശക്തി കൊടുക്കുകയാണ്. പുറം രാജ്യങ്ങളിലേക്ക് ഒരുപാട് പേരിപ്പോൾ ഓടിപ്പോകുന്നുണ്ട്. ചിലപ്പോഴെല്ലാം നമുക്കത് ആവശ്യമായിട്ടും വരും. പക്ഷെ നമ്മളതേക്കുറിച്ചൊരു പഠനം നടത്തണം. വളരെ സമർത്ഥരായ കുട്ടികൾ ഒരു ചെറിയ ജോലിക്ക് വേണ്ടി ഒരു ചെറിയ പഠനം മാത്രം നടത്തി വിദേശങ്ങളിൽ പോയി അവരുടെ ഇൻ്റലക്ച്വൽ ആൻഡ് സ്പിരിച്വൽ കഴിവുകളെല്ലാം വെറുതെ കളയുകയാണ്. ഒരു കുഞ്ഞു ജോലിയെല്ലാം പ്രധാനപ്പെട്ടതാണ് ഒരുപോലെയാണെങ്കിലും നല്ല കഴിവുള്ള കുട്ടികളാണ് നമ്മളുടേത്. അവർ എളുപ്പത്തിൽ എന്തെങ്കിലും പഠിച്ച് പുറത്തുചാടി കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ വ്യാപരിച്ചു പോകുമ്പോൾ നമുക്ക് വലിയ നഷ്ടമാണ്. സുറമലബാർ സഭയ്ക്ക് നഷ്ടമാണ്. നമ്മുടെ സമുദായത്തിന് വലിയ നഷ്ടമാണ്. നമുക്ക് അതിസമ്പന്നമായ സിവിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ സെൻറ് തോമസ് കോളേജിൻ്റെ ഗ്രൗണ്ട്സിലുണ്ട്. എത്താനത്തച്ഛനാണ് അതിൻ്റെ ചുമതലക്കാരൻ. അവിടെ അച്ഛൻ നിർണായകമായ മാറ്റങ്ങൾ ആ കോളേജുകളിൽ ഈ വർഷങ്ങളിൽ വരുത്തി. നമ്മുടെ കുട്ടികൾ ആ കോളേജിൽ സിവിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൂടുതൽ പഠിക്കുമ്പോഴാണ് നമ്മൾ ശക്തീകരിക്കപ്പെടുന്നത്. ഈ രാജ്യത്തിൻ്റെ ഭരണത്തിൽ നമുക്ക് നമ്മെ തന്നെ ചേർത്ത് നിർത്താനായിട്ട് സാധിക്കുന്നത്. മദ്യം, മയക്കുമരുന്ന്, മറ്റ് ലഹരി പദാർത്ഥങ്ങളെല്ലാം നമ്മുടെ സമുദായത്തെ വളരെയേറെ ബലഹീനമാക്കുന്നുണ്ട് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിവുള്ളതാണ്. അങ്ങനെ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ആത്മായ ശക്തീകരണം വളരെ തിരക്കേടില്ലാത്ത രീതിയിൽ നമ്മൾ നടത്തുമ്പോഴും കർദിനാൾ ന്യൂമാൻ പറഞ്ഞ ഒരു കാര്യം ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ലോകം മുഴുവനും പഠിച്ച ഒരു സ്റ്റേറ്റ്മെൻ്റാണിത്. ഐ വാണ്ട് എ ലേറ്റി, നോട്ട് അരഗൻറ്റ്, നോട്ട് റാഷ് ഇൻ സ്പീച്ച്, നോട്ട് ഡിസ്പ്യൂട്ടേഷ്യസ്, ബട്ട് മെൻ who know their religion, who enter into it, who know just where they stand, who know what they hold and what they do not hold, who know their creed so well they can give an account of it anywhere, who knows the sacrament and its history, who know the credo and who are able to defend it. I want an intelligent and well-instructed laity. അൽമായരെ കുറിച്ച് നമ്മുടെ AKCC വഴിയൊക്കെ തിരക്കേടില്ലാത്ത മുന്നേറ്റങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. എങ്കിലും അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഇനിയും വളരുകയും വളർത്തുകയും ചെയ്യേണ്ട കാര്യങ്ങൾ വളരെയേറെ ഉണ്ട് എന്ന് നമുക്കറിയാം. നമ്മുടെ തെറ്റിദ്ധരിക്കപ്പെടുന്ന വിമർശനങ്ങൾ പലപ്പോഴും സാധാരണക്കാരായ ആളുകൾ പോലും സാമൂഹ്യ മാധ്യമങ്ങളുടെ ചുമട്ടുതൊഴിലാളികളായിട്ട് മാറുന്ന അവസരങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്കതിനപ്പുറത്തേക്ക് പോകാനോ സത്യം പറയാനോ സാധ്യതയില്ലാതെ ധൈര്യമില്ലാതെ നിൽക്കുകയാണ്. അങ്ങനെ വരുന്ന പ്രതിസന്ധികളിൽ നിന്നെല്ലാം നമുക്ക് കയറണം. ഞാൻ 1-2 നിമിഷം കൂടി എടുത്ത് അവസാനിപ്പിക്കുകയാണ്. എൻ്റെ സമയമായി. യൂറോപ്പിലൊക്കെ പോയിട്ട് തിരിച്ചു വരുന്ന ആളുകളും മലബാറിലും ഹൈറേഞ്ചിലുമൊക്കെ പോയിട്ട് തിരിച്ചു വരുന്നവരും നാട്ടിൽ വരുമ്പോൾ അവർ നമുക്ക് തന്നിരുന്ന ഒരു പൈതൃകം, അവരിൽ മൂത്തയാളിൻ്റെ വീട്ടിൽ താമസിക്കാം. നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. മാതാപിതാക്കളുണ്ടെങ്കിൽ ആ വീട്ടിൽ, മാതാപിതാക്കൾ പോയാൽ ഇവർ തിരിച്ചു വരുമ്പോൾ ജ്യേഷ്ഠാനിയന്മാരിൽ
മൂത്ത ആളിൻ്റെ വീട്ടിൽ, അവിടെ സൗകര്യങ്ങളൊന്നും ഇല്ല. അനുജന്മാരുടെ വീട്ടിലൊക്കെ കൂടുതൽ സൗകര്യമുണ്ട്. എങ്കിലും മൂത്തയാളിൻ്റെ വീട്ടിൽ താമസിക്കാം എന്നത് വലിയൊരു പൈതൃകമായിരുന്നു. അത് നമ്മളെ ബലപ്പെടുത്തുന്ന അടിസ്ഥാനപരമായ ഒരു പ്രബോധനമായിരുന്നു. നമ്മുടെ ഈ പ്രദേശത്തു നിന്നെല്ലാം പുറത്തു പോയിട്ട് തിരിച്ചു വരുമ്പോൾ നമുക്ക് നൽകുന്ന ഒരു കുടുംബ ബന്ധം, ഒരു സാമൂഹ്യ ബോധം, കുടുംബങ്ങൾ തമ്മിലുള്ള ഇഴയെടുപ്പത്തിൻ്റെ ആ ഒരു ഏറ്റവും ഹൃദ്യമായ ഒരു വഴി അതായിരുന്നു. നമ്മൾ സമസ്ത മേഖലകളിലും ഈ ഇടവക മുമ്പിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിടത്ത് ഞാൻ പ്രസംഗിച്ചു. നമ്മളുടെ ദേവാലയ ശുശ്രൂഷികൾ, പള്ളിക്ക് വേണ്ടി മറ്റ് ജോലികൾ നടത്തുന്നവർ കപ്പിയാരച്ഛന്മാർ എന്ന് തന്നെയാണ് അവരെ നമ്മൾ വിളിക്കുന്നത്. കപ്പിയാരച്ഛന്മാർ. ഞാൻ പ്ലാറ്റിനം ജൂബിലിയുടെ സമാപന ലേഖനത്തിലും പറഞ്ഞിരുന്നു, 10, 40, 50 വർഷങ്ങളൊക്കെ പള്ളിക്ക് വേണ്ടി മാത്രം അൾത്താര കൊണ്ട് ജീവിച്ച ആ ചേട്ടന്മാരുടെ ഒരു ചെറിയൊരു പടമൊക്കെ പള്ളി സങ്കീർത്തിയിലെങ്കിലും ഒന്ന് വയ്ക്കുന്നത് നല്ലതാണ്. കുട്ടികളൊക്കെ ഒന്ന് കാണട്ടെ. ഞാനിവിടെ വന്നപ്പോൾ ചാന്നിക്കൽ ചേട്ടനായിരുന്നു പ്രധാനപ്പെട്ട ആൾ. അദ്ദേഹത്തിന് എന്തുമാത്രം അറിവായിരുന്നു നമ്മുടെ ഇടവകയെക്കുറിച്ച്. പിന്നീട് ഇപ്പോൾ ജോസ് പോലും 10, 40 വർഷങ്ങൾ കഴിഞ്ഞു. അവർക്ക് നന്നായിട്ട് എല്ലാവരെയും കുറിച്ചും അറിയാം. അവരെ നമ്മൾ മറക്കരുത്. ഈ പള്ളിക്ക് വേണ്ടി, ഈ പള്ളിയുടെ കോളേജിന് വേണ്ടി, സ്കൂളുകൾക്ക് വേണ്ടിയൊക്കെ പതിറ്റാണ്ടുകൾ അധ്വാനിച്ച ആളുകളെ നമ്മൾ ഓർത്തെടുക്കേണ്ടതുണ്ട്. അപ്പോഴാണ് നമുക്കൊരു കൺവേർഷൻ നമ്മളിൽ തന്നെ ഉണ്ടാകുന്നുണ്ടോ എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. ജീവിത യാഥാർത്ഥ്യങ്ങളോട് ഒരു ടേസ്റ്റ് വ്യത്യാസം നമ്മൾ അനുഭവിക്കണം. അതിനുള്ള ധൈര്യം കാണിക്കണം. ഒരു കപ്പ്യാരി ചേട്ടൻ്റെ പടം സങ്കീർത്തിയിൽ വെക്കാനുള്ള ധൈര്യം വിചാരിച്ചന്മാർ കാണിക്കണം. അപ്പോഴാണ് സമുദായം ശക്തീകരിക്കപ്പെടുന്നത്. വെറുതെ നമ്മൾ മറ്റ് ആളുകളുടെ എല്ലാം വെക്കുന്നുണ്ടല്ലോ, അത് വെച്ചോ, അതിനൊന്നും വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മളാക്കി വളർത്തിയ ആ ഒരു സാമ്പ്രദായിക രീതികളുടെ ഉണർത്തെഴുന്നേൽപ്പാണ് സമുദായ ശക്തീകരണം, നസ്രാണി ശക്തീകരണം എന്ന കാര്യം നമ്മൾ വിട്ടുകളയരുത്. ക്രിസ്ത്യാനിറ്റി ഈസ് എ വേ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അത് തന്നെയാണ്. ഇതാണ് വേ. നമ്മൾ ഒന്നിച്ച് കണ്ടെത്തി വളർത്തി സംരക്ഷിക്കുന്ന ആ വിശ്വാസവും ആ പാരമ്പര്യവുമൊക്കെ. ബഹുമാനപ്പെട്ട സമർപ്പിതരുടെ എണ്ണം നമ്മുടെ സമൂഹത്തിൽ നിന്ന് വളരെയേറെ കുറയുന്നത് വലിയ പ്രതിസന്ധികൾ നമ്മുടെ സഭയിൽ ഉണ്ടാക്കുന്നുണ്ട്. വരുംകാലങ്ങളിൽ അതേക്കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിക്കും തോറും വലിയ ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ട്. എല്ലാം നന്നായിട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്ന വലിയൊരു വിഭാഗമാണ് ഈ സിസ്റ്റേഴ്സ്. വേദപാഠം, ഭവന സന്ദർശനം. നമ്മൾ ഈ പ്ലാറ്റിനം ജൂബിലിയിൽ, നമ്മുടെ രൂപതയിലെ എല്ലാ വീടുകളിലും ഈ സിസ്റ്റേഴ്സ് കയറി സന്ദർശിച്ചു. മണിക്കൂറുകൾ ഓരോ വീട്ടിലും ഇരുന്നു. വലിയൊരു കൂട്ടായ്മ ശക്തീകരണം, ഒരുപക്ഷെ ഏറ്റവും വലിയ ശക്തീകരണം നടന്നത് ആ കുടുംബ മിഷനാണ്. നമ്മൾ മറ്റ് മിഷൻ സംഗമവും എല്ലാം നടത്തി. ഇതും വളരെ വിപുലമായ രീതിയിൽ നമുക്ക് നടത്താനായിട്ട് സാധിച്ചു. എങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ നമ്മൾ മുന്നേറുമ്പോഴാണ് വളർച്ചയുണ്ടാകുന്നത്. ചെറിയ കാര്യങ്ങൾ, നമ്മുടെ സഭയിൽ നടക്കുന്ന കാര്യം, വീട്ടിലിരുന്ന് വൈകുന്നേരം മാതാപിതാക്കൾ മക്കളോട് പറഞ്ഞ നല്ല കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച്, നമ്മുടെ വിചാരിച്ചിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ രൂപതാ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ അത് വലിയൊരു വളർച്ചയാണ്. കണ്ണികൾ തമ്മിലുള്ള ഒരു ബന്ധമാണ്, ഒരു സെൻസിബിലിറ്റി അവിടെയുണ്ട്. നമ്മുടെ കൊച്ചുനാളിൽ അങ്ങനെയാണല്ലോ. വീട്ടിലിരുന്ന മാതാപിതാക്കൾ പറയുന്ന വർത്തമാനത്തിൽ നിന്ന് നമുക്ക് പള്ളിയെക്കുറിച്ചും അച്ഛനെക്കുറിച്ചും രൂപതയെക്കുറിച്ചും എല്ലാമുള്ള നല്ല വിചാരങ്ങൾ നമുക്ക് കിട്ടും. ലോകം ഇന്ന് ഹൃദയം നഷ്ടപ്പെട്ട രീതിയിൽ നിൽക്കുകയാണ്. ഹൃദയമില്ലാത്ത ലോകത്തിന് ഒരു ഹൃദയം കൊടുക്കാനായിട്ട് നമുക്ക് മാത്രമേ സാധ്യമായുള്ളൂ. അതുകൊണ്ട് സമസ്ത മേഖലകളിലും പള്ളി ശുശ്രൂഷകർ, വൈക്കാരന്മാർ, പള്ളി കമ്മിറ്റി, ഈ യൂറോപ്പിൽ വന്ന സായിപ്പ്മാരൊക്കെ പറഞ്ഞതെന്താ, ഇവിടെ ഒരു ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കൻ ക്രമം നസ്രാണികളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അച്ഛന്മാരും കുടുംബത്തലമാരും ഒക്കെ കണ്ടും കേട്ടും വർത്തമാനം പറഞ്ഞുമൊക്കെ പള്ളി ഭരണം നടത്തുന്ന സംവിധാനമായിരുന്നു അത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. There is no right way of doing a wrong thing. അത് നമ്മൾ തിരിച്ചറിയണം. There is no right way of doing a wrong thing. തെറ്റായ കാര്യം ചെയ്തിട്ട്
അത് ശരിയാക്കാൻ നോക്കരുത്. അത് ശരിയല്ല. ദർ ഇസ് നോ വേ ഫോർ ദാറ്റ്. നമ്മൾ സത്യം മനസ്സിലാക്കണം. എല്ലാവരുമായിട്ട് നമ്മൾ കാണുകയും അവർ വലിയ ബന്ധത്തിൽ നമ്മളെ തന്നെ നിലനിർത്തുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ സമുദായ ശക്തീകരണത്തിൻ്റെ ഏതാനും ചില കാര്യങ്ങളിലേക്കൊക്കെ ഇറങ്ങാൻ സാധിക്കുന്നത്. ഞാൻ സമയ പരിമിതി പോലെ ഇവിടെ നിർത്തുകയാണ്. വലിയ ഗംഭീരമായ രീതിയിലുള്ള കൂടിവരവും സമ്മേളനവും സജ്ജീകരണവുമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു. പ്രധാനപ്പെട്ട ബ്രഗ്മാൻസ് അച്ഛനും അച്ഛൻ്റെ അസിസ്റ്റൻ്റ് അച്ഛന്മാരും കോളേജിലും സ്കൂളിലുമുള്ള അച്ഛന്മാരും എല്ലാം വൈക്കാരന്മാരും സിസ്റ്റേഴ്സും എല്ലാം ഇതിനു വേണ്ടി അത്യധ്വാനം ചെയ്തു. ബ്രഗ്മാൻസ് അച്ഛൻ്റെ അറിവും വിശുദ്ധിയും സംഘടനാ പാഠവും എല്ലാം നമുക്കറിയാവുന്നതാണ്. അദ്ദേഹം കോർപ്പറേറ്റ് സെക്രട്ടറി ആയിരുന്നു, പൂൻസ്വാമിയുടെ ഡയറക്ടറായിരുന്നു, നമ്മുടെ വലിയ ദേവാലയങ്ങൾ പണിയിപ്പിച്ച ആളാണ്. ആ ഒരു കാഴ്ചപ്പാട് ഇവിടെയും അദ്ദേഹം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു വിപുലമായ രീതിയിൽ എന്ന് പറയാൻ എനിക്ക് സന്തോഷമുണ്ട്. എല്ലാ കാര്യങ്ങളിലും ഒന്നിച്ച് കൂട്ടത്തിൽ നിൽക്കുന്ന ഡോക്ടർ ജെല്ലൂസ് അച്ഛനെയും ഈ ശക്തീകരണത്തിൻ്റെ പ്രധാന ആളായിട്ട് രാത്രിയും പകലും ഓടി നടക്കുന്ന പ്രിയപ്പെട്ട വേദാനത്തച്ഛനെയും അതുപോലെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിച്ച് സഹകരിക്കുന്ന കണിയോടിക്കലച്ഛനെയും ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. വലിയൊരു ഒരു ഒരു കൂട്ടുത്തരവാദിത്വമാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്, ഷെയർ ചെയ്യുന്നത്. അതിൽ നിങ്ങളെല്ലാവരും കാണിക്കുന്ന കാര്യം വളരെ വിലപ്പെട്ടതാണ്. ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ ഇടവകകളെയും അവിടെ നിന്ന് വന്നിരിക്കുന്ന അച്ഛന്മാരും ഇതെല്ലാവരുമുണ്ട്. ഇവരെയും ഞാൻ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. നിങ്ങളെല്ലാവരെയും പരിശുദ്ധ അൽഫോൻസാമിക്കും വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ഛനും സമർപ്പിച്ച് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.